So we were trying to solve a second order homogeneous linear equation with constant coefficients. Y double dash plus ay dash plus by equal to 0. And you have seen that this is called the uh, auxiliary equation of this second order ODE, and it will have two roots, m1 and m2. It can happen that m1 and m2 are different, real and different, or they can be complex, or they can be the same. ഇതിൽ റിയൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസ് നമ്മൾ കണ്ടു. ആ കേസിൽ സൊല്യൂഷൻസ് രണ്ടും ഇ റേസ് ടു M1 എക്സും ഇ റേസ് ടു M2 എക്സും ആയിരിക്കും. രണ്ട് സൊല്യൂഷൻസിനും അതിൻ്റെ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ, ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സീൻ വൺ എക്സാമ്പിൾ ഓൾസോ. നൗ വി ഗോ ടു ദ സെക്കൻഡ് കേസ്, ദറ്റ് ഇസ് M1 നോട്ട് ഈക്വൽ ടു M2 ബട്ട് ദേ ആർ കോംപ്ലക്സ്. M1 ഉം M2 ഉം ഡിഫറെൻ്റ് ആണ്, അതുകൂടാതെ അത് റിയൽ അല്ല, കോംപ്ലക്സ് കേസ് ആണെന്ന് വരുന്നതെന്ന് വിചാരിക്കാം. കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ ഇത് പെയർ ആയിട്ടേ വരുള്ളൂ. അപ്പം ആ കേസിലും M1 ഈക്വൽ ടു M2 ആകുമ്പോൾ മാത്രമേ ഇ റേസ് ടു M1 എക്സും ഇ റേസ് ടു M2 എക്സും ഡിപ്പെൻഡൻ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഈ കേസിലും ഇ റേസ് ടു M1 എക്സ് ഇ റേസ് ടു M2 എക്സ് ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ബട്ട് വി ഹാവ് എൻ എക്സ്ട്രാ ഇൻഫർമേഷൻ, ദറ്റ് ഇസ് M1 ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റ ആണെങ്കിൽ M2ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആൽഫ മൈനസ് ഐ ബീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നൗ therefore the general solution can be written as y is equal to നേരത്തെ എഴുതിയ പോലെ c1 into e raised to m1 ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? ആൽഫ പ്ലസ് ഐ ബീറ്റ എക്സ് പ്ലസ് c2 into e raised to ആൽഫ മൈനസ് ഐ ബീറ്റ എക്സ് എന്ന് എഴുതാൻ പറ്റും. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ ബീറ്റ എക്സ് എന്ന് എഴുതാമല്ലോ. സ്പ്ലിറ്റ് ചെയ്യാം ഇതിനെ. എന്നിട്ട് ഈ ഇ റേസ് ടു ആൽഫ എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് എഴുതാം. കോമൺ ഫാക്ടറാണ് ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു c1 e raised to i beta x plus c2 e raised to minus i beta x എന്ന് എഴുതാൻ പറ്റും. Okay, now we are trying to use something called the Euler's formula. Euler's formula പറയുന്നത് e raised to i theta is equal to cos theta plus i sin theta and e raised to minus i theta is equal to cos theta minus i sin theta എന്നാണ്. ഓക്കെ, ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇ റേസ് ടു ഐ ബീറ്റ എക്സ് എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? കോസ് ബീറ്റ എക്സ് പ്ലസ് ഐ സൈൻ ബീറ്റ എക്സ് എന്ന് എഴുതാം. അതേപോലെ ഇ റേസ് ടു മൈനസ് ഐ ബീറ്റ എക്സിനെ കോസ് ബീറ്റ എക്സ് മൈനസ് ഐ സൈൻ ബീറ്റ എക്സ് എന്ന് എഴുതാം. ഓക്കെ, നൗ വാട്ട് യു ക്യാൻ ഡു ഇസ്, ഇതിൽ കോസ് ബീറ്റ എക്സ് ഉണ്ട്, ഇവിടെയും കോസ് ബീറ്റ എക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോഫിഷ്യൻസ് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ c1 പ്ലസ് c2 ഇൻറ്റു കോസ് ബീറ്റ എക്സ് എന്ന് കിട്ടും. c1 ആർബിട്രറി ആണ്, c2 ആർബിട്രറി ആണ്. അതുകൊണ്ട് c1 പ്ലസ് c2വിനെ നമുക്ക് എന്ത് വിളിക്കാം? യു ക്യാൻ കോൾ ഇറ്റ് ബൈ എ ന്യൂ നെയിം ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ ഇൻറ്റു കോസ് ബീറ്റ എക്സ് എന്ന് എഴുതാം. അതേപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ ഐ സൈൻ c1 ഐ സൈൻ ബീറ്റ എക്സ്, അതേപോലെ ഇവിടെ മൈനസ് c2 ഐ സൈൻ ബീറ്റ എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സൈൻ ബീറ്റ എക്സ് കോമൺ ആയതുകൊണ്ട് c1 ഐ മൈനസ് c2 ഐ അതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലേ, അതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. സോ ദ സെക്കൻഡ് ടേം ബിക്കംസ് ബി ഇൻറ്റു സൈൻ ബീറ്റ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷൻസ് ജനറൽ സൊല്യൂഷൻ ഇങ്ങനെ എഴുതാം: ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു സം കോൺസ്റ്റന്റ് കോസ് ബീറ്റ എക്സ് പ്ലസ് another constant sin beta x എന്ന് എഴുതാം. ഓക്കെ, സോ ദാറ്റ്സ് ദി ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഈ ജനറൽ സൊല്യൂഷനെ നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് എന്ത് വരും? ബേസിസ് ഓഫ് സൊല്യൂഷൻസ് വരും. അപ്പോൾ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എ ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ് കോസ് ബീറ്റ എക്സ് ആണ് ഒരു സൊല്യൂഷൻ. ഇ റേസ് ടു ആൽഫ എക്സ് കോസ് ബീറ്റ എക്സ്, എ പുറത്തേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇ റേസ് ടു ആൽഫ എക്സിൻ്റെ കോസ് ബീറ്റ എക്സ് വരും. കോമ അടുത്തത് ബിയുടെ കൂടെയുള്ളത് എന്താണ്? ഇ റേസ് ടു ആൽഫ എക്സിൻ്റെ സൈൻ ബീറ്റ എക്സ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ബേസിസ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഇ റേസ് ടു M1 എക്സ് ഇ റേസ് ടു M2 എക്സ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൊല്യൂഷൻസ് കിട്ടും. അത് ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. പക്ഷെ അവിടെ കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നത് കൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാം? കോസ് ബീറ്റ എക്സ് സൈൻ ബീറ്റ എക്സ് ഇ റേസ് ടു ആൽഫ എക്സ് ഇങ്ങനെയുള്ള റിയൽ ഫംഗ്ഷൻസിലേക്ക്, കോൺസ്റ്റൻസ് കോംപ്ലക്സ് ആയിട്ട് വരും, പക്ഷേ റിയൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതിനെയാണ് സാധാരണ നമ്മൾ എന്തായിട്ട് എടുക്കുക? ബേസിസ് ഓഫ് സൊല്യൂഷൻസ് ആയിട്ട് എടുക്കുക. വെൻ M1 ആൻഡ് M2 ആർ കോംപ്ലക്സ് നമ്പേഴ്സ് വിത്ത് ആൽഫ പ്ലസ് ഐ ബീറ്റ ആൻഡ് ആൽഫ മൈനസ് ഐ ബീറ്റ ആസ് ദ റൂട്ട്സ് ഓഫ് ആക്സിലറി ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കോംപ്ലക്സ് കേസിൽ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു സോ ദാറ്റ് യു ഗെറ്റ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. അപ്പോൾ ഇതിവിടെ ആക്ച്വലി ഡി സ്ക്വയർ വൈ പ്ലസ് 1y ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം.
അപ്പോൾ ഇത് എം സ്ക്വയർ ഈക്വൾ ടു -1 ആണല്ലോ വരുന്നത്. കോംപ്ലക്സ് നമ്പർ ആയി പോവും. എമ്മിൻ്റെ ഇതെടുക്കുമ്പോൾ √(-1) വരും. അതായത് +or-i ആണ് വരിക. എം ഈസ് ഈക്വൾ ടു +or-i എന്ന് വരും. അതായത് 0+i-യും 0-i ആണ് വരുന്നത്, അല്ലെങ്കിൽ 0+1i ആൻഡ് 0-1i. അപ്പോൾ ഇവിടുത്തെ ആൽഫ എന്താണ് വരുന്നത്? ആൽഫ എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്. റിയൽ പാർട്ട്, എമ്മിൻ്റെ റിയൽ പാർട്ടാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇവിടെ ബീറ്റ ആയിട്ട് വരുന്നത് 1i-യും +1i-യും -1i ആയതുകൊണ്ട് 1 ആണ് ബീറ്റ ആയിട്ട് വരുന്നത്. ആൽഫ പ്ലസ് ഐ ബീറ്റ, ആൽഫ മൈനസ് ഐ ബീറ്റയിലും ബീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ നിൽക്കുന്നത് 1 ആണ്. ഓക്കെ, സോ ബേസിസ് ഓഫ് സൊല്യൂഷൻസ് എന്ത് വരും? e⁻0 e⁻α x cos ബീറ്റ x അല്ലേ? അപ്പോൾ e⁻0x cos 1 ആണ്. ദിസ് മസ്റ്റ് ബി 1. cos 1x e⁻ ബീറ്റ എന്നുള്ളത് 1 ആയിട്ട് എടുക്കുക. e⁻0x sin 1x ആണ് വരുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു e⁻0x 1 ആണല്ലോ. e⁻0 is equal to 1 ആയതുകൊണ്ട് 1 into cos 1x ആണ്. അപ്പോൾ cos x-ഉം sin x-ഉം വരും സൊല്യൂഷൻ. അപ്പോൾ ബീറ്റ മാറ്റിയിട്ട് 1 എന്ന് കൊടുക്കണം. ഓക്കെ, cos x and sin x are the solutions, basis of solutions. ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? y equal to c1 cos 1x plus c2 sin 1x. ബീറ്റ 1 ആണെന്നുള്ളത് ആലോചിക്കാം. c1 cos 1x c2 sin 1x. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്തായിരുന്നു? y' പ്ലസ് y ഈക്വൾ ടു 0 എന്നായിരുന്നു. ഓക്സിലറി ഇക്വേഷൻ m സ്ക്വയർ പ്ലസ് 1 ഈക്വൾ ടു 0 എന്നാണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ +or-i എന്നാണ് വരിക. ദാറ്റ്സ് നത്തിങ് ബട്ട് 0+i-യും 0-i-യും ആണ്. അപ്പോൾ നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് 0-യും ബീറ്റ എന്ന് പറയുന്നത് 1-ഉം ആണ്. ഓക്കെ, therefore the solution, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൾ ടു c1 ഇൻറ്റു e⁻0x കോൺസ്റ്റൻ്റ് ആണല്ലോ, 1 ആയിട്ട് പോകും. e⁻0x 1 ആയിരിക്കും. അപ്പോൾ c1 ഇൻറ്റു cos 1x പ്ലസ് c2 sin 1x or sin x. That's equal to c1 cos x because e⁻0x is 1 plus c2 sin x. So this is the general solution. ഞാനിവിടെ ബീറ്റ മാറ്റി എഴുതിയില്ല, ശ്രദ്ധിക്കുക. ഓക്കെ, now see the next case. Case 3, that is the remaining case. Both are same. m1 equal to m2 വരുന്ന ആ ഒരു സിറ്റുവേഷൻ. m1 equal to m2 വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻസ് ഡിപ്പെൻഡൻ്റ് ആയി പോകും. അത് ക്ലിയർ ആണ്, കാരണം രണ്ട് സൊല്യൂഷനും സെയിം ആയിരിക്കുമല്ലോ. ഒന്ന് e⁻mx ആണെങ്കിൽ രണ്ടാമത്തത് e⁻mx ആണ്. കാരണം m1 ഈക്വൽ ടു m2 സിറ്റുവേഷനിൽ നമ്മൾ അതിനെ കോമൺ ആയിട്ട് m എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ e⁻mx ആണ് y1 ആയിട്ട് വരിക. സെക്കൻഡ് സൊല്യൂഷനും സെയിം ആയതുകൊണ്ട് ദിസ് ഇസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമുക്ക് യു നീഡ് y2 എന്ത് വേണം? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അടുത്ത സൊല്യൂഷൻ, സെക്കൻഡ് സൊല്യൂഷൻ കാണണം, ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കാണണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒരു സൊല്യൂഷൻ നമുക്ക് അറിയാമെങ്കിൽ സെക്കൻഡ് സൊല്യൂഷനെ കണ്ടുപിടിക്കാൻ റിഡക്ഷൻ ഓഫ് ഓർഡർ മെത്തേഡ് യൂസ് ചെയ്യാം. y2 is equal to u of x ടൈംസ് y1 എന്ന് കൊടുക്കാം. y1 എന്ന് കൊടുത്തിട്ട് y1 u കണ്ടുപിടിക്കണം. അപ്പോൾ u കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതായിരുന്നു, u dash is equal to 1/y1 നമുക്ക് തന്നിട്ടുണ്ട്, e⁻mx തന്നിട്ടുണ്ട്. അപ്പോൾ y1 സ്ക്വയർ എന്ത് വരും? e⁻- ഇൻ്റഗ്രൽ p of x. p of x എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എനിവേ റൈറ്റിംഗ് ഇറ്റ് ആസ് p of x dx. ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യുവിൻ്റെ വാല്യൂ നമുക്ക് x എന്ന് കിട്ടും. u will be x. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ I can write like this, y' plus ay' plus by equal to 0 m1 equal to m2 ആണ്. എന്ത് വേണം? നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ b is equal to a²/4 ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ഇതിൻ്റെ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ എം രണ്ടും സെയിം വരുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് m is equal to -a/2 എന്നുള്ള ഒരു സിംഗിൾ സൊല്യൂഷൻ മാത്രമാണ് കിട്ടുക. അപ്പോൾ അതാണ് y1 ആയിട്ട് എടുത്തത്. y1 equal to e⁻- a/2 x ആണ് വരിക. where this a is nothing but this value. y2 എന്നുള്ളത് y1 ആയിട്ട് എഴുതി. where u dash is equal to 1/e⁻ax into e⁻a dx എന്നാണ് കിട്ടുക. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് u dash equal to 1 കിട്ടും. u equal to x എന്ന് വരും. സോ y2 is equal to x into e⁻mx കിട്ടും. അപ്പോൾ സെക്കൻഡ് സൊല്യൂഷൻ എന്തായിട്ട് എടുക്കാം? x into e⁻mx ആണ് സെക്കൻഡ് സൊല്യൂഷൻ ആയിട്ട് എടുക്കേണ്ടത്. So that is what is summarized here. Let e⁻mx be the only solution that we get from the auxiliary equation. That is, we are considering the case
when m1 and m2 are the same, which we call it, since both are the same, you can call it by m itself. Okay, so that is the situation. So second solution will not be of the form e raised to mx. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ e raised to mx ഓൾറെഡി നമുക്ക് ഒറ്റ എമ്മിന്റെ വാല്യൂ അത് ആ കണ്ടീഷൻ e raised to mx ഫോമിൽ വരികയായിരുന്നെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമായിരുന്നു. അതായത് ഓക്സിലറി ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. ഓക്സിലറി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു എം എ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു എം എക്സ് ഫോമിലല്ല വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, റിഡക്ഷൻ ഓഫ് ഓർഡർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സെക്കൻഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പോൾ യു ഇൻറ്റു ഇ റേസ് ടു എം എക്സ് കൊടുത്തിട്ട് y2 is equal to u into e raised to mx. e raised to mx is the first solution കൊടുക്കും. എന്നിട്ട് നമ്മൾ u കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ u എന്തായിട്ട് കിട്ടും, u is nothing but x എന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് സെക്കൻഡ് സൊല്യൂഷൻ എക്സ് ആണ്. അതുകൂടാതെ ഇത് രണ്ടും കൂടെ നമുക്ക് പറയാം ഇത് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. കാരണം ഇ റേസ് ടു എം എക്സിനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു എം എക്സ് കിട്ടില്ല. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു എം എക്സ് കിട്ടും, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് വണ്ണ് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇ റേസ് ടു എം എക്സ് ആൻഡ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എം എക്സ് ആർ ദി ടു ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ്. Therefore the set e raised to mx comma x e raised to mx is the fundamental set of solutions or basis of solutions. And the general solution is nothing but c1 into first solution e raised to mx plus c2 into second solution, that is x into e raised to mx ആണ്. അപ്പോൾ അതിൽ e raised to mx നെ നമുക്ക് പുറത്തെടുത്ത് നിർത്തിയാൽ what happens is the bracket will contain c1 plus c2x എന്ന് കിട്ടും. സോ ഈ m1 ഈക്വൽ ടു m2 കേസിൽ ജനറൽ സൊല്യൂഷൻ ആയിട്ട് വരിക, നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന m1 ഈക്വൽ ടു m2 നെ m എന്ന് വിളിക്കുകയാണെങ്കിൽ e raised to mx into c1 plus c2x ആണ് ജനറൽ സൊല്യൂഷൻ ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ നമുക്ക് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പ്രോബ്ലം നോക്കാം. നമുക്കതിനെ d സ്ക്വയർ y മൈനസ് 2dy പ്ലസ് 1y അല്ലേ, 1y ദിസ് y ഈക്വൽ ടു 0 എന്ന് എഴുതാം. d എം വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിലറി ഇക്വേഷൻ ഇസ് ദിസ് 1 ഈക്വൽ ടു 0. ദിസ് ഇസ് നത്തിങ് ബട്ട് m മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac വെച്ചിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. സോ ഹിയർ ദ റൂട്ട്സ് ആർ ദ സെയിം, 1,1 എന്നാണ് രണ്ട് റൂട്ടും വരിക. അപ്പോൾ നമുക്ക് ഇൻ എഫക്റ്റ് 1 റൂട്ടേ കിട്ടുന്നുള്ളൂ. y1 ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 1x അല്ലെങ്കിൽ ഇ റേസ് ടു എക്സ്. ദാറ്റ്സ് ദി only root that is available from, or the only solution that is available from the auxiliary equation. Second solution y2 എന്ന് പറയുന്നത് എന്തായിരിക്കും, that's always x into e raised to mx ആണ്. അപ്പോൾ e raised to 1x into x ആണ് വരിക. So this is your second solution, and therefore the general solution is c1 into e raised to x plus c2 into x into e raised to x എന്നാണ് വരിക. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് എങ്ങനെ എഴുതാം, e raised to x into c1 plus c2x എന്ന് എഴുതാം. ഈ ഫോമാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുണ്ടാവുക. So that's how you get this expression. So that's about the homogeneous linear second order differential equation with the constant coefficients. Okay, 3 different cases are there, and in the first case e raised to m1x and e raised to m2x will directly give the two independent solutions, and in the complex case the solutions will be e raised to alpha x into cos beta x and e raised to alpha x into sin beta x ആയിരിക്കും. തേർഡ് കേസിൽ e raised to mx and x into e raised to mx ആയിരിക്കും സൊല്യൂഷൻസ് ആയിട്ട് വരിക. ഓക്കെ, താങ്ക് യു.